ക്ഷേമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പാർട്ട് 2. ശമരിയക്കാരിയായ സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുവീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്തു പ്രാപിക്കുന്നു? നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് യേശു പറഞ്ഞത് ഏതു മന്ദിരത്തെക്കുറിച്ചാണ്? തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച്. കാനായിലെ കല്യാണത്തിൽ വിരുന്നുവാഴി മണവാളനെ വിളിച്ച് വിരുന്നിന്റെ പ്രത്യേകതയെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം എന്തിനെ പകയ്ക്കുന്നു? വെളിച്ചത്തെ പകയ്ക്കുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി എന്തിനെക്കുറിച്ചാണ് വാദമുണ്ടായത്? ശുദ്ധീകരണത്തെക്കുറിച്ച്. പിതാവിന്റെ സന്നിധിയിൽ ആരാണ് നിങ്ങളെ കുറ്റം ചുമത്തുന്നതെന്നാണ് യേശു പറഞ്ഞത്? നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശെ. കാനായിലെ വിവാഹത്തിൽ ഉപയോഗിച്ചിരുന്ന കൽഭരണികൾ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിക്കുന്നതിന്. ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് നഥനയേലിനോട് എങ്ങനെ വിവരിച്ചു? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വചനം എന്ത് അധികാരമാണ് നൽകിയത്? ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ആളുകൾ വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് എന്തുകൊണ്ട്? മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. അവനെ കണ്ടുമുട്ടിയപ്പോൾ മാർത്ത പറഞ്ഞതെന്ത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. യേശു നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി കുരുടനായ ഒരു മനുഷ്യനോട് എവിടെയാണ് കഴുകാൻ പറഞ്ഞത്? ശീലോഹാം കുളത്തിൽ. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ തയ്യാറായവരോട് യേശു എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ പോയപ്പോൾ എന്തെല്ലാം ചെയ്തു? വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യേശുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ പ്രത്യേകത എന്താണ്? മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറ.
ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം യേശുവിന്റെ കല്ലറയിൽ എത്തിയപ്പോൾ മഗ്ദല മറിയ എന്താണ് കണ്ടത്? കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പ്രാതൽ കഴിച്ച ശേഷം യേശു പത്രോസിനോട് എന്താണ് ചോദിച്ചത്? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. യേശു നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് കണ്ണിന്മേൽ പൂശി ആരുടെ കണ്ണാണ് തുറന്നത്? പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന്റെ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ എന്താകും എന്നാണ് യേശു പറഞ്ഞത്? ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. യോഹന്നാന്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതെങ്ങനെ? യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ ദൈവിക സ്വഭാവത്തെ ഊന്നി പറയുന്നു. അവന്റെ അസ്തിത്വവും പിതാവുമായുള്ള ഐക്യവും ഉയർത്തിക്കാട്ടുന്നു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ആരാണെന്നാണ് യേശു തോമാസിനോട് പറഞ്ഞത്? കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. എന്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? പീലാത്തോസിനോട്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് എന്ത് നിങ്ങൾ അറിയുകയും എന്ത് നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ഉയർത്തെഴുന്നേറ്റ യേശു മറിയയോടെ താൻ ആരുടെ അടുക്കൽ കയറിപ്പോകുന്നു എന്നാണ് പറഞ്ഞത്? എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ത് ഒഴുകും എന്നാണ് യേശു വിളിച്ചു പറഞ്ഞത്? ജീവജലത്തിന്റെ നദികൾ. യേശുവിന്റെ ക്രൂശിന്മേൽ പീലാത്തോസ് പതിപ്പിച്ച മേലെഴുത്തിൽ എഴുതിയിരുന്നതെന്ത്? നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഏത് കടൽക്കരയാണ്? തിബരിയാസ് കടൽക്കര. യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞതെന്ത്? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പൊൻവാണിഭക്കാരെ ആലയത്തിൽ നിന്ന് പുറത്താക്കാൻ യേശു എന്താണ് ഉപയോഗിച്ചത്? കയറുകൊണ്ടുള്ള ഒരു ചമ്മട്ടി. ഏത് യഹൂദ പെരുന്നാളിലാണ് യേശു യെരുശലേമിലേക്ക് പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയത്? കൂടാര പെരുന്നാളിന്. ഞാൻ കൊടുക്കുന്ന വെള്ളം ഒരുവനിൽ എന്തായിത്തീരുമെന്നാണ് യേശു ശമര്യക്കാരിയോട് പറഞ്ഞത്? നിത്യജീവങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായിത്തീരും. പിശാച് ആരാണെന്നാണ് യേശു പറഞ്ഞത്? ഭോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു.
യേശു എന്തു പറഞ്ഞപ്പോഴാണ് യഹൂദന്മാർ അവനെ എറിവാൻ കല്ല് എടുത്തത്? അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ. ബെഥാനിയിൽ മറിയ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടപ്പോൾ യേശുവിന് എന്ത് തോന്നി? ഉള്ളം നൊന്ത് കലങ്ങി. കർത്താവെ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് യേശുവിനോട് ആരാണ് ചോദിച്ചത്? തോമസ്. യേശുവിനെ പിടിക്കാൻ പട്ടാളവും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരും വന്നപ്പോൾ ശീമോൻ പത്രോസ് എന്തു ചെയ്തു? ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്തു കളഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് യേശു എന്താണ് പറഞ്ഞത്? നിവൃത്തിയായി. യേശു മരിച്ചെന്ന് ഉറപ്പാക്കാൻ പടയാളികളിൽ ഒരുത്തൻ എന്തു ചെയ്തു? കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. യേശു എന്തുകൊണ്ടാണ് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവരുടെ പക്കൽ തന്നെത്താൻ വിശ്വസിച്ചേൽപ്പിക്കാഞ്ഞത്? എല്ലാവരെയും അറിയുക കൊണ്ട്. കൂടാരപ്പെരുന്നാൾ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു ദാഹിക്കുന്നവൻ എല്ലാം എന്തു ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്? എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? തന്റെ സഹോദരന്മാരോട്. യേശുവിന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ ആരാകുന്നു? യേശുവിനെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നേക്കും ശിഷ്യന്മാരോടുകൂടെ ഇരിക്കേണ്ടതിനെ ആരെ നിങ്ങൾക്ക് തരും എന്നാണ് യേശു പറഞ്ഞത്? സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞു ഇരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ശീമോൻ പത്രോസ്. എന്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി യേശുവിന്റെ ശിഷ്യന്മാരായി എന്നാണ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞത്. യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ. പിതാവ് യേശുവിന് കൊടുത്തിട്ടുള്ള മഹത്വം യേശു ആർക്ക് കൊടുത്തിരിക്കുന്നു? തന്റെ ശിഷ്യന്മാർക്ക്. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന് അവരിൽ ആരല്ലാതെ നശിച്ചു പോയിട്ടില്ല. ആ നാശയോഗ്യനല്ലാതെ. ബെഥാന്യ യെരുശലേമിനരികെ എത്ര നാഴിക ദൂരത്തായിരുന്നു? ഏകദേശം 2 നാഴിക. പുത്രനെ അനുസരിക്കാത്തവനോ എന്ത് കാണുകയില്ല, ജീവനെ കാണുകയില്ല. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.